അല്ല, ആ ഒരു സമയത്ത് നല്ലൊരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും എൻ്റെ ഗുരുക്കന്മാര് വലിയൊരു ബ്ലെസ്സിങ് ആണ് എനിക്ക്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ക്ലാസ് എടുക്കുന്ന കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അതും ഒരു കലയാണ്. അത് പഠിപ്പിക്കാനും അവരിൽ നിന്ന് പഠിച്ചുകൊണ്ടല്ലേ ഇന്ന് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ. അച്ഛനമ്മമാരോടായാലും ഗുരുക്കന്മാരോടായാലും എല്ലാവരോടും, ഫ്രണ്ട്സ്, ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, മോള്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രശ്നമുണ്ട് മീനാക്ഷി, നമ്മൾ അത്രയും ബിസി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ പാട്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിക്കോസ് വി ആർ ഡൂയിങ് ദ സെയിം തിങ് എവറി ഡേ. അങ്ങനെ അല്ലാണ്ട് ഞാൻ പാടുന്നുണ്ട് അപ്പോഴും ഇപ്പോഴുമായിട്ട് വർക്ക്സ് പാടുന്നുണ്ട് ഒക്കെ ആണെങ്കിൽ പണ്ടത്തെ അത്ര ബിസി അല്ലെങ്കിൽ പോലും എൻ്റെ ക്വാളിറ്റി ഞാൻ അതുപോലെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ 2 ക്രിട്ടിക്സിന് അവാർഡ് കൊടുക്കും. ഹസ്ബൻഡും മോൾക്ക് ഒരു രക്ഷയില്ല. പാടിക്കോളണം, പ്രാക്ടീസ് ചെയ്തോളണം, പാടിക്കൊണ്ടേയിരിക്കുക, ബാക്കിയൊന്നും കുട്ടി നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും മുരളി. വലിയൊരു ഭയങ്കര ക്രിട്ടിക്കാണ്. അപ്പോൾ അതാണ് നമ്മളെ സത്യം, നമ്മുടെ കൂടെ അത്രയും വലിയൊരു സപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ. പിന്നെ കാരണം എന്താ വെച്ചാൽ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക, അപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ ശരി പോയി പഠിച്ചോളൂ. വീട്ടിൽ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞില്ലേ, മോൾക്ക് 7 വയസ്സുള്ളപ്പോഴാണ് MPhil ചെയ്യാൻ പോണേ. നമ്മളൊരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത്ര അധികം വർക്ക് ലോഡ് അല്ലേ, അത് നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളെയും ബാധിക്കും. മൈൻഡും ഫ്രീ ആവണല്ലോ.